എന്റെ കഥ നടക്കുന്നത് ഇടുക്കി പോലൊരു മലയോര ഗ്രാമം. എടാ നീ ഇത് എങ്ങനെയെങ്കിലും വിൽക്കണം. 1.25 കോടി കിട്ടും വിറ്റാ. അപ്പൊ ഇവര് കുറെ സ്ഥലം മേടിച്ചിട്ടുണ്ട്. 1 ലക്ഷം അഡ്വാൻസ് കൊടുത്തു. അപ്പോൾ ഒരു സംശയം. I want to know the history of this property. കഴിഞ്ഞ 50 വർഷത്തിനിടയിൽ ഈ പ്രോപ്പർട്ടി ആരൊക്കെ കൈമാറി, അവരൊക്കെ എന്തിനാണ് ഈ പ്രോപ്പർട്ടി വിറ്റത്? Only 2 lakhs for കീഴാധാരം, മുന്നാധാരം, ടാക്സ്, മണ്ണിന്റെ സാമ്പിൾ ടെസ്റ്റ്. ഒരു പ്രോപ്പർട്ടിയുടെ ഹിസ്റ്ററി തപ്പണം എന്ന് പറഞ്ഞാൽ അതത്ര വലിയ ടാസ്ക് ഒന്നുമല്ല. കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ, അതാണ് നമ്മുടെ ഒരു മോട്ടോ. റുക്സാനയുടെ പ്രോപ്പർട്ടി അളന്ന് തിട്ടപ്പെടുത്തി ഡോക്യുമെൻറ്റ്സ് ഒക്കെ വെരിഫൈ ചെയ്യുന്നതായിരുന്നു ആദ്യപടി. കുറേ ഡാറ്റ അയച്ചു കൊടുക്കുമ്പോൾ പുള്ളിക്കാരിക്ക് എനിക്ക് കാശൊക്കെ തരുന്നതിനൊരു സന്തോഷം കിട്ടും. ഒരു ഇൻഫർമേഷൻ ഓവർലോഡ് കൊടുക്കാനൊരു ശ്രമം. പക്ഷേ ഒരു ഫസ്റ്റ് ടൈം ബയറിനേക്കാളും സ്മാർട്ടായിരുന്നു പുള്ളിക്കാരി. CRZ1 പ്രോപ്പർട്ടിയിൽ ഒരു വില്ല പ്രോജക്റ്റൊക്കെ തുടങ്ങണമെങ്കിൽ പുള്ളിക്കാരി ഞാൻ വിചാരിക്കുന്ന ആളല്ല എന്ന് എനിക്ക് മനസ്സിലായി. എടാ എൻ്റെ ഒരു ഫോട്ടോ എടുത്തേ. ഞാൻ കണ്ട പണി എടുക്കുന്ന പോലെ തോന്നണം. ഒരു 2 കൊണ്ടു എടുത്തു. എന്താണ് കേക്ക് കാണിക്കണം? ഒന്നും മര്യാദ എല്ലാം കൂടി നീ എടുത്തിട്ട് വാട്സാപ്പ് ചെയ്തിട്ടോ. ഇത് എന്ത് പ്രകസനാണ്, ചുമ്മാ ഓവറാണ് കേട്ടോ. എടാ ഈ സാധനമൊക്കെ ഇത് വീഡിയോ ഒന്നുമല്ല, നീ എടുക്ക്, വേഗം എടുക്ക്. ചുമ്മാ കോപ്പായം കാണിച്ചു. ഭ്രാന്താണോ? അതിപ്പോ പറയടാ, വെള്ളത്തിന്റെ അടിയിലാണെന്ന് തോന്നണം. എവിടെ കല്ലെവിടെ? വേറെ കല്ലെവിടെ? പ്രമാണം അനുസരിച്ചിട്ട് അവിടെ ഒരു സർവേ കുറ്റി, അതിൽ നിന്ന് പിടിച്ച ആ പുല്ലിന്റെ അവിടെ അതുണ്ടല്ലേ, 10 മീറ്റർ. അപ്പോ ഇവിടെ ആയിട്ടൊരു കല്യാണം. ജസ്റ്റ് ആ വെള്ളത്തിലൊന്നും തപ്പിയാക്കി. അടിപൊളി. ചുമ്മാതല്ല നമ്മൾ ഇങ്ങോട്ട് വന്നത്. കംപ്ലീറ്റ് കായലിൻ്റെ അടി കിടക്കുന്ന സ്ഥലം നോക്കിയാണ് നമ്മളിവിടെ വന്നത്. വല്ല ചൂണ്ടയായിട്ട് വന്നാൽ മതിയായിരുന്നു, മീനെങ്കിലും പിടിക്കായിരുന്നു. കുറെ ഞണ്ട് സിലോയൊക്കെ കിടപ്പുണ്ടോ? എനിക്കറിയാമല്ലാണ്ട് ചോദിക്കുക, നമ്മൾ എന്തിനാണ് ഈ കായലിൽ കിടക്കുന്ന ചെളിയൊക്കെ വാരിക്കൊണ്ട് പോകുന്നത്? ബീറ്റുകാരെടുത്ത് ഇതിൻ്റെയൊക്കെ ഒരു ഹിസ്റ്ററി കിട്ടൂടാ. കാരണം പുഴ കയറി കിടക്കുന്നതിനൊരു വിഷയമല്ല. പിന്നെ അവന്മാർ വന്നിട്ട് അളന്ന് പോയിട്ടുണ്ടെങ്കിൽ മാത്രമേ ഒരു പ്രശ്നമുള്ളൂ. ഏവന്മാർ സർക്കാർ ഉദ്യോഗസ്ഥരേ അവർ കൊറോണ പിടിച്ച് കിടക്കുന്ന സമയത്ത് എങ്ങനെയാണ് അളക്കാൻ വന്നത്? സാധാരണ ഇതിൽ ഇവന്മാരെ അളക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ പ്രോപ്പർട്ടി കളന്നിട്ട് വേണം പുഴ അളക്കണമെങ്കിൽ. ഇവന്മാരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവന്മാർ ആദ്യം വന്നിട്ട് പുഴ കളന്നിട്ട് അങ്ങോട്ട് പോകും. അങ്ങനെ എത്ര പേര് സ്ഥലം പോയിട്ടുണ്ടെന്ന് അറിയാമോ? എനിക്കറിയാം കുറെ ആൾക്കാരെ. നമുക്ക് ബീറ്റിയർ എടുത്ത് ഇതിന്റെ എല്ലാ ഹിസ്റ്ററിയും കിട്ടും. നമുക്ക് രാധാകൃഷ്ണൻ സാറിനെ കണ്ട് ആദ്യം ഇതിന്റെ ബീറ്റിയർ എടുക്കണം. അതുപോലെ ഇതിന്റെ കരടിച്ച റെസിപ്റ്റ് വാങ്ങിക്കണം. ചുരുക്കി പറഞ്ഞാൽ അപ്പം രാധാകൃഷ്ണൻ സാറിന് പൈസ കൊടുക്കാനാണ് നമ്മൾ മേടിച്ചത് ആ പൈസ. എന്നാ രാധാകൃഷ്ണൻ സാറിനോട് പോയി ആ ചേച്ചിയോട് പൈസ മേടിക്കാൻ പറ. ഞാനൂല്ലോ പിന്നെ ഞാൻ സാറേ, നിങ്ങളിത് എവിടെയായിരുന്നു? നിങ്ങൾ ഞാൻ 2 ദിവസം ഇല്ലായിരുന്നടാ, ശരീരം വേദനയൊക്കെ ആയിട്ട്. ശരീരം വേദന? നിക്ക് എന്റെ തെർമോസ്കാനർ. എന്ത് തെർമോമീറ്റർ? നീ ഇങ്ങോട്ട് വാ.
അനീഫേ പ്രശ്നമാണ്, ഇടങ്ങേറ് പിടിച്ച സ്ഥലമാണ്. എന്താണെങ്കിലും കാര്യം അവിടെ നിന്ന് സംസാരിച്ചാൽ മതി. അവിടെ ഞാൻ നോക്കി, മൊത്തം 12 സെന്റ് കുറവ് വരും. അത്രയും പുഴ അളന്നപ്പോൾ കയറ്റി അളന്നു. വീട്ടുകാർ ഞാൻ ഇമെയിൽ അയച്ചിട്ടുണ്ട്. മോഡിജിയുടെ ലോക്ക്ഡൌണിന് ഒരാഴ്ച മുമ്പ് അളന്നത്. ചേട്ടാ ഇത് അടിപൊളിയാണ്. 12 സെന്റ് കുറവുണ്ടെന്ന് എനിക്കത് അവരോട് പറയാലോ. പറയണം, അവർക്ക് വേണേ ലോകായുക്തയിൽ കേസ് കൊടുക്കാം. പിന്നെ ഈ കരമടച്ച റെസിറ്റ് കാര്യങ്ങളൊക്കെ ഡിജിറ്റലാണ്. നമ്മുടെ സനകന്റെ മോൻ അക്ഷയ സെന്ററിലാണ്. നമ്പർ കൊടുത്താൽ അവന് നോക്കി പറയാൻ പറ്റും. ഇവര് പോക്കോരോ ചെയ്തായിരുന്നു. അഡ്വാൻസ് മാത്രം കൊടുത്തിട്ടുള്ളതേ, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വേണം. അവർ 50 വർഷത്തെ ഹിസ്റ്ററിയും ഓണർഷിപ്പൊക്കെ തപ്പിക്കൊണ്ട് വരാൻ പറഞ്ഞിരിക്കുകയാണ്. അതല്ല ഇതിന്റെ പറയാറ്. 50 വർഷം മുമ്പ് ആ സ്ഥലം കംപ്ലീറ്റ് കടലിനടിയിലായിരുന്നു. നമ്മുടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷമായിരുന്നു പെട്ടെന്ന് കടലിറങ്ങി. അത്രയും വർഷം കൊണ്ട് കടൽ കരയായി, കര കാടായി, എന്തൊക്കെ മാറി. വർഷാവർഷം ഇപ്പൊ ചെല്ലാനത്ത് കടൽ കയറുന്ന പോലെ പെട്ടെന്ന് വെള്ളം അങ്ങ് ഇറങ്ങി. ആളുകൾ കുറ്റിയടിച്ചും കയ്യേറിയും തലവങ്ങ് സ്വന്തമാക്കി. കുടുംബികളും ക്രിസ്ത്യാനികളും മത്സ്യത്തൊഴിലാളികളും സർക്കാരും ഇതിങ്ങനെ വന്നു പോയിരിക്കും. ആ സ്ഥലം കംപ്ലീറ്റ് കടലിന്റെ അല്ലേ. സാറേ ഇതും കൊള്ളാം. ഇതും എനിക്ക് അവരോട് പറയാവുന്നൊരു കാര്യമാണ്. അപ്പൊ ശരി, ഓക്കെ സാറേ, കാണാം. എടാ നീ ആ പറഞ്ഞ എമൗണ്ട് ഇങ്ങോട്ട് അത് ഞാൻ ഗൂഗിൾ പേ ചെയ്തേക്കാം. ക്യാഷ് ആയിട്ട് തന്നാ മതി. ക്യാഷിലൂടെ കൊറോണ വരും സാറിന് കുഴപ്പമില്ല, പക്ഷേ എനിക്ക് കുഴപ്പമുണ്ട്. പഴയ പോലെ പറ്റിക്കരുത്, മുഴുവൻ സംഖ്യ ഉണ്ടാവണം. എന്റെ പൊന്നോ, ഇതൊക്കെ എവിടെ കൊണ്ടുവെക്കാനാണ് സാറേ? കൊണ്ടു കൊടുത്താൽ നമ്മളിത് എന്ത് ഇറക്കുന്നത്. അൺകട്ടാണോ റഫ് കട്ടാണോ അതോ സ്റ്റോൺ ആണോ? അതൊന്നും അറിയത്തില്ല. ഒരു 1.5 കോടി രൂപ കിട്ടുന്നറിയാം. അറിഞ്ഞേട്ടാ, കട്ടല്ലെങ്കിൽ 1.5 കോടി 2 കോടി ഒന്നും പറയാൻ പറ്റത്തില്ല. ഇതൊക്കെ അറിയാണ്ടാണ് ഈ പണിക്ക് ഇറങ്ങുന്നേ. ഈ സാധനം കാണാൻ കിട്ടുമോ? പിന്നെന്താ? എന്നാ പിന്നെ ഞാൻ ഡേവിഡിനോട് പറയട്ടെ. ഡേവിഡിന് കണ്ടാ പറയാൻ പറ്റും. ഡേവിഡ്, നിനക്ക് അവരുടെ ഇപ്പോഴും കണക്ഷൻ ഉണ്ടോ? ഞാൻ വിട്ടുതരാം. പക്ഷെ 10% കമ്മീഷൻ തരണോട്ടാ. അതൊന്നും നടക്കത്തില്ല. 8 ലക്ഷം രൂപ കൊണ്ടു നീക്കി കൊടുക്കണം. 10 ലക്ഷം രൂപ എനിക്ക് വേണം. മാക്സിമം ഒരു 7 ലക്ഷം രൂപ തരും. അതെ, അറ്റ്ലീസ്റ്റ് ഈക്വൽ ഷെയറിംഗ് തരണം കേട്ടാ. പിന്നെ പടം ചെയ്യണ്ടേ? നോക്ക്, നിങ്ങൾ ആ ബ്രോക്കറെ വിളിച്ച് സാധനം ഇപ്പൊ കാണാൻ പറ്റുമെന്ന് ചോദിക്കും. ഓക്കെ, ഞാൻ ആ ഡേവിഡിനെ വിളിച്ച് സെറ്റാക്കാം. എനിക്ക് മനസ്സിലാവാത്ത കാര്യം ഇതാ. ഗൾഫ് ബ്രോക്കറിന്റെ പേരും പറഞ്ഞ് നിങ്ങളെ കൊണ്ട് ഗോൾഡ് കടത്തും. അവന്റെ ക്രിമിനൽ ആണെന്ന് നിങ്ങൾക്ക് അറിയാം. എന്നാലും അവന്റെ ഡീൽ ചെയ്യൂ. എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കരുത്. I used to get paid for it, okay? പിന്നെ ഞാനും അവനായിട്ടുള്ള കാര്യം, ഞാനൊരു കുട്ടിയായിരുന്നു. And I was so messed up. പിന്നെ ഈ മാതിരി പരിപാടിയൊക്കെ അവനെ പോലത്തെ സ്മഗ്ലേഴ്സ് ഒക്കെ തന്നെ വേണം. ഒരു സ്മഗ്ലർക്കല്ല ഉപരി അവനൊരു ചെറ്റയാണ്. പൈസ കിട്ടണമെങ്കിലേ റിസ്ക് ഒക്കെ എടുക്കണം. പിന്നെ പൈസ വന്നാലും ഒരു 2.5 ലക്ഷം രൂപ കൊണ്ട് നിങ്ങൾക്കൊരു ക്യാമറ, ഒരു ലെൻസ് കിറ്റ് ഒക്കെ മേടിച്ച് യു ക്യാൻ ഡു സംതിങ്. നോ, പിന്നെ ആക്ട്രസ് ഉണ്ടല്ലോ. ആര് ഉണ്ടല്ലോന്ന്. എന്താ കൊള്ളത്തില്ലേ? സൂപ്പറാ. വിളിക്കാൻ കയറേ. നമസ്കാരം. കോവിഡ്-19 അൺലോക്ക് പ്രക്രിയ രാജ്യമെമ്പാടും ആരംഭിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് നിങ്ങളുടെ വീടുകളിൽ നിന്ന് അത്യാവശ്യമെങ്കിൽ മാത്രമേ പുറത്തു പോകാവൂ. ഫേസ് കവർ അല്ലെങ്കിൽ മാസ്ക് ധരിക്കുമ്പോൾ വായും മൂക്കും മുഴുവനായി മൂടുവാൻ ശ്രമിക്കുക. പൊതുസ്ഥലങ്ങളിൽ ഏറ്റവും കുറഞ്ഞത് 2 മീറ്റർ അകലം പാലിക്കുക. കൈകളുടെയും ശ്വാസം. ഹലോ, പറയടാ. ആള് സെറ്റായിട്ടുണ്ടേ. ഈ സാധനം ഒന്ന് കാണാൻ പറ്റുമോ? പാർട്ടി നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ആൾക്കാരാണല്ലോ അല്ലേ? പിന്നെ നമുക്ക് നമ്മുടെ ആളാ. സ്ഥലവും സന്ദർഭമൊക്കെ ഞാൻ വാട്സാപ്പ് ചെയ്യാം. ഓക്കെ ഓക്കെ, ശരി ശരി, ആയിക്കോട്ടെ. ഓക്കെ, ബൈ ബൈ. മോനെ രതീഷേ, സ്കാനറൊന്നും വേണ്ട. എന്താണിത്? സാനിറ്റൈസറും വേണ്ട. ഞാൻ 2 ആഴ്ച ക്വാറന്റൈനിലൊക്കെ ഇരുന്നിട്ട് കോവിഡ് ടെസ്റ്റ് ഒക്കെ കഴിഞ്ഞ് വന്നതാണ്. എന്നിട്ട് പോസിറ്റീവ്. ബി പോസിറ്റീവ്, ഞാൻ നെഗറ്റീവ്. എന്റെ പൊന്ന് പേടിപ്പിച്ചാൽ നീ. ഇത് റെക്കോർഡിങ്ങിലെല്ലാം ഓക്കെയാണ്. ഇതിലൊരു 4 പേരാണ് കരമടച്ചേക്കണത്. ഫസ്റ്റ് നമ്മുടെ കോയ എന്ന് പറഞ്ഞൊരു പുള്ളിക്കാരനാണ്. നമ്മുടെ സെയിം മുഹമ്മദ് കോയ. കൈവശം 1 വർഷം, പോക്കുവരവും ടാക്സ് കറക്റ്റാണ്. പിന്നെ അതിനു മുമ്പ് ഒരു കൈമൾ, എന്ത് കൈമള? സുജിത്ത് കൈമൾ. ഇങ്ങനെ 6 മാസം കൊണ്ട് ഈ സ്ഥലം വിറ്റു. പിന്നെ വന്നിരിക്കുന്ന ഒരു രമാ സുരേഷാണ്. ആ പുള്ളിക്കാരി 2.5 വർഷം കൈവശം വെച്ചു. അതിന് മുമ്പ് പോയത് ചെട്ടിയാർക്കാണ്. ചെട്ടിയാരെ അറിയില്ലേ? നമ്മുടെ ശ്രീരംഗ ചെട്ടിയാർ, ഷിപ്പിങ്ങിലൊക്കെ ഉള്ള. ലാൻഡ് ഒരു 46 വർഷം പുള്ളിയുടെ ഓൺഷിപ്പിലായിരുന്നു. ഇവരുടെയൊക്കെ ആധാർ ഡീറ്റെയിൽസ് എടുക്കാൻ പറ്റും.
അവരുടെ ജാതകവും തലവരി വെച്ച് വേറെ എന്ത് സംഭവം ഞാൻ നിങ്ങൾക്ക് എടുത്തു തരാം. ഡോക്യുമെന്റ്സ് ഒക്കെ പക്കയാണ്, വേറെ പേടിക്കാനുള്ളതായിട്ടൊന്നും തോന്നണില്ല. ശരി. ഇక ക്യാഷ് ആയിട്ട് വേണ്ട, മറ്റേ UPI GPay. ഇപ്പോൾ ഈ ക്യാഷ് ആയിട്ട് മേടിച്ചിട്ട് നമ്മുടെ അമ്പലത്തിലെ സെക്രട്ടറിക്ക് പ്രശ്നം വന്നേക്കണേ. ഇതിപ്പോൾ ഭയങ്കര ഇഷ്യൂ ആണ്. നമുക്ക് അസുഖം വരുന്നതല്ല മെയിൻ കുഴപ്പം, ആളുകളുടെ ആറ്റിറ്റ്യൂഡ് ആയതാണ്ട് വലിയ കൊലപാതകം ചെയ്ത പോലെയാ. ഓക്കെ ശരി ശരി ഓക്കെ. ആക്ച്വലി 2 ഏക്കറേ ഉള്ളൂ. 2 ഏക്കർ 12 സെന്റ് ഇല്ല. 12 സെന്റിന്റെ കുറവുണ്ട്. അത് കായൽ കയറിയിട്ടുണ്ട്. പക്ഷേ ഈ 12 സെന്റ് വെള്ളത്തിനടിയിലുണ്ട്. അത് വെള്ളം ഇറങ്ങുമ്പോൾ കുറ്റിയടിച്ച് പിടിക്കേണ്ടി വരും. പക്ഷെ ഞാൻ അവിടെ അന്വേഷിച്ചപ്പോൾ ഇറക്കത്തിൽ പോലും അവിടെ വെള്ളം ഇറങ്ങാറില്ല. ഇറക്കത്തിലോ? വേലിയിറക്കം, ലോട്ടൈഡേ. പൈസ കൊടുക്കുമ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നെഗോഷിയേറ്റ് ചെയ്യാം. ഒരു കാര്യമുള്ളത്, നമ്മളിത് വാങ്ങിച്ചു കഴിഞ്ഞാൽ ലോകായത്തൊക്കെ കേസ് കൊടുത്തു കഴിഞ്ഞാൽ 12 സെന്റ് നമുക്ക് ഈസി ആയിട്ട് റിക്കവർ ചെയ്യാം. അത് ലാഭമുള്ള കാര്യമല്ലേ? 5 പൈസ ചെലവില്ലാണ്ട് 12 സെന്റ് നമ്മുടെ കയ്യിലിരിക്കും. കോയ പുള്ളി ഒരാള് ദുബായിന്ന് വന്നിട്ടുണ്ട്. പിന്നെ മറ്റു ഓണേഴ്സ് ഒന്നൊരു സുജിത് കൈമൾ, പിന്നെ ഒരു രമാ സുരേഷ്, പിന്നെ ശ്രീരംഗൻ ചെട്ടിയാർ. ഇതിനു മുന്നേ ഈ സ്ഥലം കടൽ കയറി കിടക്കായിരുന്നു. ഇതാ അതിൻ്റെ പ്രൂഫാണ്. BTR രജിസ്റ്റർ കോപ്പി. പിന്നെ ആ സ്ഥലത്തിൻ്റെ സോയിൽ ടെസ്റ്റ് നടത്തിയായിരുന്നു. ഇതാ അതിൻ്റെ റിപ്പോർട്ട്. നമുക്കതിനൊക്കെ ആൾക്കാരുണ്ടാകുന്നത് പെട്ടെന്ന് ഒപ്പിച്ചെടുത്തു. അവിടെ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ സേഫ് അല്ല. എൻ്റെ ഒരു എക്സ്പീരിയൻസ് കൊണ്ട് പറഞ്ഞാണ്. എൻവയോൺമെന്റൽ അസസ്മെന്റ് ഉണ്ടോ? എൻവയോൺമെന്റൽ അസസ്മെന്റ്, ജിയോളജിക്കൽ സർവേ, അത് നമുക്ക് ഒപ്പിക്കാം. പുറമ്പോക്ക് ഡീറ്റെയിൽസോ? ശരിയാക്കാം. വൾനറബിലിറ്റി ടു ഇറോഷൻ? നോക്കൂ ഹനി സർ, എനിക്കിതൊന്നും വേണ്ട. കുറച്ച് സോയിൽ ടെസ്റ്റ് കണ്ടാലൊന്നും ഞാൻ ഞെട്ടില്ല. ഇതൊക്കെ ഇപ്പോൾ എനിക്ക് ഇൻഫോ ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. പിന്നെ പ്രോപ്പർട്ടി വെള്ളം കയറി കിടക്കുന്നത് ഈസ് എ ഗുഡ് ഫൈൻഡിങ്. ദാറ്റ് വിൽ സേവ് മീ എ ലോട്ട് ഓഫ് മണി. പക്ഷേ അതല്ല എനിക്ക് വേണ്ടത്. ഇവിടെ അറിയേണ്ടത് എന്തിനാണ് ഇത്രയും പേർ ഈ ലാൻഡ് വിറ്റത് എന്നാണ്. പേ യു ഫോർ ദാറ്റ്, റൈറ്റ്? ജസ്റ്റ് ഫൈൻഡ് മീ ദാറ്റ്. നിങ്ങൾ വർക്ക് ചെയ്യുന്ന പിക്ചേഴ്സൊന്നും എനിക്ക് അയക്കണമെന്നില്ല. പിന്നെ അവിടെ ചെന്നിട്ട് ആളുകളോട് അടി ഉണ്ടാക്കാനൊന്നും നിൽക്കരുത്. കാരണം ലോക്കൽസിൻ്റെ സപ്പോർട്ട് വേണ്ട പ്രൊജക്റ്റാണ്. അതറിയാതെ പറ്റിപ്പോയൊരു പ്രശ്നമാണ്. അതിനെ ഉണ്ടാവില്ല, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇനി ഉണ്ടാവില്ല. ശരി ശരി, നോക്കിയാൽ മതി. ഓക്കെ മാം. റുക്സാനയ്ക്ക് പ്രൊസീജിയേഴ്സ് അറിയാമെന്ന് മനസ്സിലായതോടെ ഞാൻ കുറേ കൂടി കോഷ്യസ് ആകണമെന്ന് എനിക്ക് മനസ്സിലായി. അതുപോലെ പ്രോപ്പർട്ടിയിൽ നടന്ന സംഭവം പുള്ളിക്കാരി എങ്ങനെയോ അറിഞ്ഞു. അത് പറയാൻ മറന്നു. മണ്ണിൻ്റെ സാമ്പിൾ എടുത്തുകൊണ്ടിരുന്നപ്പോൾ മുജീബിൻ്റെ ഒരു ചെറിയ അബദ്ധം പറ്റി. ഒക്കെ പിടിച്ചിട്ടുണ്ട്. പണിയെടുക്കണത് ഏത് പണിക്കാരനെന്നുള്ളപ്പോ ഒന്ന് പണിയെടുക്കണ കാര്യം എന്താ പറയണ? നീ ആരാണെന്ന് പറയണ? നീ അറിയാതെ ഈ കണ്ണി കണ്ടോളൂ. നീ പറമ്പിലൊന്ന് പണിയില്ല, നീ ആരെങ്കിലും ആയിക്കോട്ടെ. നീ പറമ്പിലൊന്ന് പണിയെടുക്കണെന്ന് നീ ആരാണെന്ന് പറയണ? നീ അടിച്ച് കൊല്ലണ. കണ്ണി കണ്ടോളൂ പണിയെടുത്തിട്ട് നീ ഒരു പണിയെടുക്കണമെന്ന് പറഞ്ഞില്ലട. സോഷ്യൽ ഡിസ്റ്റൻസിങ്ങിന് വേണ്ടി ഏത് ലെവൽ വരെയും പോകുന്ന ആളാണ് മുജീബെന്ന് എനിക്ക് അപ്പോഴാണ് മനസ്സിലായത്. മുജീബിൻ്റെ കയ്യിൽ നിന്ന് അടികിട്ടിയ ആളുടെ പേര് ഇരുമ്പനാണെന്നും പുള്ളിക്ക് ഈ പ്രോപ്പർട്ടിയുമായി എന്താണ് ബന്ധമെന്നും ഒക്കെ താമസിയാതെ നമ്മൾ വാർത്തകളിലൂടെ അറിയും. ഒരു സിറ്റുവേഷൻ വന്നാൽ എസ്കേപ്പ് ആകാൻ എനിക്കൊരു നാക്കൊക്കെ ഉണ്ട്. പക്ഷേ ഇത് എസ്കേപ്പ് ആകാൻ പറ്റാത്തൊരു കുരുക്കാണെന്ന് എനിക്ക് മനസ്സിലായി. ഒരു സൈഡിൽ ഡയമണ്ടിൻ്റെ ഡീല് സെറ്റാകാൻ തുടങ്ങുമ്പോൾ മറു സൈഡിൽ കാര്യങ്ങൾ കയ്യിൽ നിന്ന് പോവുമായിരുന്നു.